നമസ്കാരം. ജന്മഭൂമിയുടെ യൂട്യൂബ് ചാനലിലെ വർത്തമാന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് BJPയുടെ വക്താവ്, അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് സന്ദീപ് വാചസ്പതിക്ക് പ്രത്യേകിച്ച് വേറെ വിശേഷണമൊന്നും ആവശ്യമില്ല. ഇന്നലെ ഒരു ദിവസം, അതായത് 2026 ജനുവരി 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന പരിപാടിയിൽ 2 പരിപാടിയിൽ അദ്ദേഹം നടത്തിയ മലയാള പരിഭാഷ, വാസ്തവത്തില് ഈ പരിഭാഷാ രംഗത്ത് തന്നെ ഒരു വലിയ ഒരു ചേഞ്ച്, എന്താ പറയുക, ഒരു നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാറുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയാറുണ്ട്. ആ ഷിഫ്റ്റ് കേരളത്തില് ഏറ്റവും കൂടുതൽ സന്ദീപിന് ആരാധകരുണ്ടായ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. സന്ദീപിനോട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. സന്ദീപ് ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് രണ്ടുപേരും ചില പ്രത്യേക സമാന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് കുറച്ചു നേരം മുന്നോട്ട് പോകാം. സന്ദീപ് ജി സാർ നമസ്കാരം. നമ്മുടെ സമാധാനം എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അല്ലെങ്കിൽ എന്താ സമാധാനം കാര്യങ്ങളാണ്. രണ്ടുപേരും ജേർണലിസ്റ്റാണ്. പിന്നെ സന്ദീപ് ആലപ്പുഴയാണ്, ഞാനും ആലപ്പുഴക്കാരനാണ്. അങ്ങനെ 2-3 കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സൗഹാർദ്ദം. അപ്പൊ സന്ദീപിന്റെ ഈ ഇന്നത്തെ ട്രാൻസ്ലേഷൻ അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതിനെ സ്വാഗതം ചെയ്യുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. എനിക്കറിയാം പേഴ്സണലി ഒക്കെ ധാരാളം പ്രശംസകൾ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കതിനകത്ത് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാര്യം നമ്മളൊരിക്കലും ലക്ഷദ്വീപിൽ ഒരുമിച്ച് അമിത്ഷാജിയുടെ പരിപാടി ഉണ്ടായിരുന്നു. അതിന് എല്ലാ പരിപാടികളും ട്രാൻസ്ലേഷൻ സന്ദീപ്. ഞാൻ അത് ഓരോന്ന് കഴിയുമ്പോഴും ഞാൻ ഇന്ന് സന്ദീപിന്റെ പറഞ്ഞു ഗംഭീരോ അങ്ങനെയാണ്. അപ്പൊ അതിന് നമ്മുടെ ഒരു എന്താ പറയാ, ശീലം കൊണ്ട് രൂപപ്പെട്ടത്, നമ്മുടെ കഴിവുകൊണ്ട് രൂപപ്പെട്ടത്. പിന്നെ വാചസ്പതി എന്നുള്ള ഒരു തുര്യാനാമത്തിൽ അവിടെ എഴുതി തുടങ്ങി. അതിന്റെ അർത്ഥം തന്നെ വാക്കിന്റെ അധിപതി എന്നാണ്. നമ്മളെ ലോകം തന്നെ ദൃശ്യത്തിൽ ഒരു ഘട്ടത്തിൽ ദൃശ്യത്തിൽ നിന്ന് ആയിരുന്നു ലോകത്തിന്റെ ഒരു വലിയ നിലനിൽപ്പോ പോക്കോ പിന്തുണ. ഇപ്പൊ അതിൽ മാറി ശബ്ദത്തിലേക്ക് വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാക്കിന്റെ ആ ലോകത്തേക്ക് സന്ദീപിന്റെ വാക്കുകൾക്ക് വലിയ വില ഉണ്ടാകുന്ന ഒരു കാലം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നുള്ളത്, ഇന്നത്തെ എനിക്ക് സന്ദീപ് ശ്രദ്ധിച്ചിട്ടുള്ള സംശയമുണ്ട്. പ്രധാനമന്ത്രി പറയാണ്, ഐ കോട്ട് ഹിയർ സന്ദീപ്. ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേൾക്കാനിരിക്കുമ്പോഴത്തേക്കും പ്രധാനമന്ത്രി പറയുന്നത് എനിക്ക് സന്ദീപിനെ കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷേ ആവാസ് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. വലിയ അത്ഭുതമായിരുന്നു. ഞാനൊന്ന് വേറൊരു ചോദിക്കാനിട്ടുള്ളത്, ഇത് നിശ്ചയമായിട്ടും ഒരു ഇൻബോൺ ആയിട്ടുള്ള കഴിവാണ്. അത് ഒരു ഭാഗം, അത് ഇനിയും ധാരാളം വളരട്ടെ. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഈ ട്രാൻസ്ലേഷന്റെ ഭാഗത്തിലൊക്കെ ആയാലും ഈ സംസാരിക്കുന്ന ആള് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു പൂർവ്വബോധം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ശരിക്കും അടിസ്ഥാനപരമായിട്ട് ട്രാൻസ്ലേഷനിൽ വലിയൊരു എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് സൂക്ഷ്മമായ നിരീക്ഷണം, കൃത്യമായ പഠനം, ഈ ദൈനംദിനം മാത്രമല്ല, നമ്മൾ അപ്ഡേറ്റ് എന്നുള്ളത് പറയുമ്പോൾ അപ് ടു സെക്കൻഡ് ഒക്കെ ആകുക എന്നുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഹിന്ദിയിൽ നിന്ന് വരുമ്പോൾ, ഹിന്ദിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഹിന്ദി ഉച്ചാരണം ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒന്ന് സംസാരിക്കുമ്പോണ്ടാകുന്നത് അവരവരുടെ കൊളോക്കിയൽ ഭാഷയിലൊക്കെ സംസാരിക്കും. അവർക്ക് കൂടുതൽ സംസാരിക്കാൻ ആ ഭാഷയാണ് എളുപ്പവും, അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ പഠിക്കുന്ന ഒരു രീതി, അത് ജേർണലിസ്റ്റ് എന്ന നിലയിൽ രൂപപ്പെട്ടതാണോ അതോ പാർട്ടിയിലേക്ക് എത്തിയ ശേഷം രൂപപ്പെട്ടതാണോ? എന്താണ് ഇതിന്റെ ഒരു അദ്ദേഹത്തിന് എന്താ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ വലിയ സന്തോഷം, നന്ദി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കാര്യം ശശിധരനോട് ഞാനിപ്പോൾ നന്ദി പറയേണ്ട ആവശ്യമില്ല. അത് വളരെ സന്തോഷം. കാരണം പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഭാഷാന്തരം ചെയ്യുക, പരിഭാഷപ്പെടുത്തുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നൊരു അവസരമല്ല. പക്ഷേ അത് പാർട്ടി എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഞാൻ ഇപ്പം നമുക്കറിയാം, നമ്മുടെ പാർട്ടിയിൽ തന്നെ മുരളീധരനുണ്ട്, ജോർജ് കുര്യനുണ്ട്, സുരേന്ദ്രനുണ്ട്, അനൂപ് ആന്റണി ഉണ്ട്. എന്നെക്കാളൊക്കെ നന്നായി മനോഹരമായി ഡൽഹിയിൽ താമസിക്കുന്ന കൈകാര്യം ചെയ്ത ആളാണ് അനൂപ് ആന്റണി. പിന്നെ അടൽജിയെയും അദ്വാനിജിയൊക്കെ സ്ഥിരം ട്രാൻസ്ലേറ്റ് പി നാരായണൻ, ഇന്നലത്തെ വേദിയിൽ എന്നോടൊപ്പം വേദിയിലുണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരോടൊപ്പമാണ് ഞാൻ വേദിയിലുണ്ടായിരുന്നത്. മുരളിയേട്ടൻ, കുര്യൻജി, നമ്മുടെ എസ് സുരേഷ് ജി, അനൂപ് ആന്റണി, ഇവരൊക്കെ ട്രാൻസ്ലേറ്റ്, സുരേന്ദ്രൻ, ഇവരൊക്കെ മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിൽ അർപ്പിച്ചൊരു വിശ്വാസമായിരുന്നു. കാരണം അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിച്ചു ഞാൻ ഇപ്പോഴും ചെയ്യുന്നു, ജീവിതത്തിൽ ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അമിത്ഷാജിയുടെ പ്രസംഗമാണ്. ഇന്നും എനിക്കതൊരു ഐറണി ആയിട്ടാണ് അത് തോന്നുന്നത്. കാരണം അത് എങ്ങനെ സാധിക്കും? കാരണം അമിത്ഷാജിയെ പോലെ ഒരാളുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് എനിക്ക് ആദ്യ അവസരം കിട്ടുന്നത്. അതൊരു വാർത്താ സമ്മേളനമായിരുന്നു. ഒരു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമാപനം അമിത്ഷാജിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടിയായിരുന്നു, തിരുവനന്തപുരത്ത് താജ് ഹോട്ടലിൽ. അതും സത്യത്തിൽ മുരളീധരൻ അന്ന് സ്ഥാനാർത്ഥിയായി, മുരളീധരനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം മുരളീധരൻ അന്ന് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അമിത്ഷാജിയുടെ നമുക്ക് 5 മണി വരെ ഉള്ളല്ലോ പരസ്യ പ്രചരണത്തിന്റെ സമാപനം. അപ്പൊ 3 മണിക്കാണ് അമിത്ഷാജിയുടെ പ്രസ് മീറ്റ് തീരുമാനിച്ചത്. അപ്പോൾ അമിത്ഷാജി വന്നപ്പോൾ ഒരു 3:20 ആയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ മുരളീധരൻ അവിടെ നിന്ന് ഓടിയെത്താൻ പറ്റിയില്ല.
കലാശക്കൂട്ടിന്റെ ഇടയിൽ എവിടെയോ ആയി പോയിട്ട് മുരളിയേട്ടന് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചപ്പോ പിന്നെ ആര് എന്നൊരു വളരെ പെട്ടെന്ന് അറിയാലോ, ഒരു അങ്കലാപ്പ് ഉണ്ടാവുമല്ലോ, മുരളിയേട്ടൻ വരുന്നില്ല പിന്നെ ആര് ചെയ്യും. അപ്പൊ രാജേട്ടനുണ്ട് ഓവർ ചെയ്തതിന്, അന്ന് രാജേട്ടനുണ്ട്, രാജേട്ടൻ നിയമത്ത് അന്ന് ആ മാഷാണ് രാജേട്ടൻ ജയിക്കുന്നത്. വേണേ രാജേട്ടൻ ചെയ്യാമായിരുന്നു, അന്ന് കുമ്മനാണ്. അപ്പൊ എനിക്കൊന്ന് നമ്മുടെ അന്തരിച്ച ലാൽ കൃഷ്ണാജി ഒത്തുപഴി ലാൽജിയാണ് നമുക്ക് സന്ദീപിനെ വിളിച്ചാലോ എന്നൊരു നിർദ്ദേശം കുമ്മനത്തിന്. അപ്പൊ വിളിക്കാൻ പറഞ്ഞു. പിന്നെ വളരെ പെട്ടെന്ന് കുറെ ആൾക്കാർ വിളിക്കുന്നു. അപ്പൊ ഒരാള് ഞാൻ വേറൊരു ഫോണിലായിരുന്നു, കാര്യം ഞാനന്ന് സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ആണല്ലോ. അപ്പൊ ഞാൻ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ പഴയ സൗഹൃദമൊക്കെ പുതുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വേറെ ഏതോ ഒരു കോളിലായിരുന്നു. എനിക്ക് കുറെ ആൾക്കാർ എന്നെ വിളിക്കുന്നു, ലാൽജി വിളിക്കുന്നു, കുമ്മനം വിളിക്കുന്നു, OR വിളിക്കുന്നു, പിന്നെ അമിത്ഷാജിയുടെ ഒരു PS ഉണ്ട് അഭിഷേക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കോൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കോൾ എടുത്തപ്പോൾ ആദ്യം കിട്ടിയത് എനിക്ക് രാജേട്ടൻ്റെ കോളാണ്. എവിടെയുണ്ട്? പെട്ടെന്ന് മേലോട്ട് 6th ഫ്ലോറിലേക്ക് വരാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരോട് അമിത്ഷാജി ചോദിച്ചു, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിനാണ് ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ വളരെ പെട്ടെന്ന് ഞാൻ യെസ് എന്ന് പറഞ്ഞു. എന്താണ് എനിക്ക് അതിന് കിട്ടിയ ധൈര്യം എന്ന് എനിക്കൊന്നും അറിയില്ല. പോയി അവിടെ ചെന്നിരിക്കുന്ന താജില് വലിയ ഡയസാണ്. ഡയസില് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കുമ്മനുണ്ട്, അമിത്ഷാജി ഉണ്ട്, OR ഉണ്ട്, ശ്രീശാന്ത് ഉണ്ട്, സ്ഥാനാർത്ഥിയാണല്ലോ ശ്രീശാന്ത്, PK കൃഷ്ണദാസി ഉണ്ട്, S സുരേഷ് ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ എനിക്ക് ഒരു ചെറിയൊരു കസേര തന്നു. ഞാൻ സൈഡിലൂടെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ അമിത്ഷാജി പറഞ്ഞു തുടങ്ങി. ആദ്യം പറഞ്ഞതിൽ 1-2 സെന്റൻസുകളൊക്കെ പറഞ്ഞു നിർത്തി. അപ്പൊ എന്നിട്ട് നമ്മുടെ രാജേട്ടനോട് ചോദിച്ചു, പറയുന്നതൊക്കെ കറക്റ്റാണ് ഭയങ്കര. അപ്പൊ രാജേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന്. പിന്നെ അമിത്ഷാജി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് ഭയങ്കര ഇതായിട്ട് അങ്ങനെയാണ് ഇത് തുടക്കം. അങ്ങനെയാണ് സത്യത്തിൽ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. കാര്യമില്ല, ആദ്യമേ തന്നെ നമ്മൾ ഏറ്റവും വലിയതിനെ നേരിട്ട പിന്നെ അന്ന് അമിത്ഷാജിയുടെ പ്രസംഗം കേട്ട ഇനിയിപ്പോ പിന്നെ ആരുടെയും ചെയ്യാം, നമുക്ക് തന്നെ തോന്നുന്നു മണ്ടത്തരമാണെങ്കിൽ പോലും അമിത്ഷാജി പോലും ഒരാളുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്ന ഒരു കോൺഫിഡൻസിലാണ് സത്യത്തിൽ ഇവിടം വരെ എത്തി. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഞാൻ അങ്ങനെ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ചിട്ട് ഒരാളാണ്. പിന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞത് തന്നെ നമുക്ക് ഒരു വായന, പിന്നെ സ്വാഭാവികമായിട്ട് അറിയാലോ പ്രധാനമന്ത്രിയുടെയും അമിത്ഷാജിയുടെ ഒക്കെ നമുക്ക് നമുക്ക് പെട്ടെന്ന് എന്താണ് അവര് കേരളത്തിനോട് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെ, ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും യൂട്യൂബിലൊക്കെ ധാരാളം പ്രധാനമന്ത്രിയൊക്കെ പ്രസംഗങ്ങൾ എനിക്ക് ഈ പാർലമെന്റ് പ്രസംഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പാർലമെന്റിൽ എനിക്ക് പൊളിറ്റിക്കൽ നമ്മൾ വേദിയിൽ പറയുന്നതിനേക്കാൾ പാർലമെന്റിലെ പ്രസംഗങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ. അതിനാണ് അല്പം കൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ഭാഷയും സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഓതന്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ലോ പാർലമെന്റിൽ. അപ്പൊ അത് കേൾക്കുന്നത് എനിക്ക് വലിയ പഴയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും, അടൽജിയുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഇരുന്നുണ്ട്. അല്ലാതെ ഇതിനു വേണ്ടി സത്യത്തിൽ അങ്ങനെ വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇന്നലത്തെ പ്രസംഗം ഇഷ്ടപ്പെട്ടു, ഒത്തിരി പരിഭാഷ ഇഷ്ടപ്പെട്ടു, ഒത്തിരി ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പൊ ഒരു വലിയ സന്തോഷം. നമ്മുടെ AR മോഹൻജി വിളിച്ചിട്ട് പുള്ളി വളരെ ആദ്യമായിട്ടാണ് എന്നെ വിളിക്കുന്നത്, വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ അഭിമാനമാണ്. പിന്നെ കുറെ കുഴപ്പങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാൻ പറയണത് ഇപ്പം ഒന്നാമത്തെ കാര്യം ഒന്നും 100% അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ചില മാനുഷികമായ എററുകൾ വരും. ഇന്നലെ എനിക്കൊന്ന് ഫിഗർ പറഞ്ഞ സമയത്ത് ചെറിയ എറർ വന്നിട്ട് അതൊരു ഇഷ്യൂ തന്നെയാണ്. അമൃത്രാശത്ത് പരിഹരിക്കണം എന്നുള്ളതാണ്. ഇതിനൊരു ഈ പറഞ്ഞ ഈശ്വരാധീനാണ്. കാരണം ഈ എപ്പോഴും ജോർജ് കുര്യൻജി പറയും, കുര്യൻജി അല്ല, നമ്മൾ ട്രാൻസ്ലേറ്റർ ആണ് ഏറ്റവും വലിയ അപകട ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു അപകട മുൻപേ നിൽക്കുന്ന ഒരാൾ ട്രാൻസ്ലേറ്ററാണ്. ഒന്ന് പാളിയാൽ മുഴുവൻ പാടും. അപ്പൊ അതൊരു ഈ നമ്മളവിടെ ഇരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ശരിയാകണം, മൈക്ക് ശരിയാകണം, ആംബിയൻസ് റെഡിയാകണം. ചിലപ്പോൾ മെമ്മറി നമ്മൾ ഒരു സിംഗിൾ മൈക്കിൽ നേതാവ് പ്രസംഗിക്കുക അപകടം ഉണ്ടാവും. അദ്ദേഹം തല ഇങ്ങോട്ട് തിരിച്ചാൽ ഈ ഓടി അങ്ങ് വെളിയിൽ പോയി. അപ്പൊ അവിടെ കേൾക്കാം. അപ്പൊ ഈ സദസ്സും വേദിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. മുഴുവൻ മൈക്കുകളും ബോക്സുകളും സദസ്സിലേക്കാണ്. അപ്പൊ സദസ്സിലിരിക്കുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. പക്ഷെ വേദിയിൽ ഇത് കിട്ടണമെന്നില്ല. അപ്പൊ നാട്ടുകാർ കേൾക്കും, ഞങ്ങൾക്ക് കേൾക്കാം, പിന്നെ അയാൾക്ക് കേട്ടാൽ അവരറിയുന്നില്ല. പിന്നെ നമ്മൾ സ്വതവേ ഒരു ടെൻഷനിലാണ് അത് നിൽക്കുക. കാര്യം വലിയ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന അവരുടെ, ഞാനെപ്പോഴും പറയുന്നത് അവരെന്തു പറയുന്നു അതിനെ കൺവേ ചെയ്യുക. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പൊ അതിനപ്പുറത്തേക്ക് നമുക്ക് കയ്യിൽ നിന്നിടാനോ കുറയ്ക്കാനോ ഒരു അവകാശവും നമുക്കില്ല. കാര്യം അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ നാവാണല്ലോ നമ്മൾ. അപ്പൊ അത് ആ ഒരു ടെൻഷനിൽ കൂടെ നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ ചില സ്ലിപ്പൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ രംഗത്തേക്ക് വന്നത്. ഇനി എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ആലപ്പുഴ ജില്ലയിലേക്ക്
ആലപ്പുഴ ജില്ലയിലേക്ക് നിയോഗിക്കപ്പെട്ട സന്ദീപ് ഇങ്ങനെ വളരെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന അഗ്രസീവായ ഒരു സന്ദീപ്. അപ്പൊ സന്ദീപിനെ കുറിച്ച് എനിക്കറിയാം, എനിക്കൊന്ന് പ്രേക്ഷകരിലെ എല്ലാ ആൾക്കാർക്കും അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ടാവാം. കാര്യം ജേർണലിസ്റ്റ്, ഒബ്സർവർ, പിന്നെ പ്രസംഗം, ചർച്ചകൾ, പുസ്തകരചന, ചരിത്ര പഠനം, ഇതൊക്കെ വളരെ കൃത്യമായ ഒരു വ്യക്തമായ അജണ്ടയും വ്യക്തമായ ശാസ്ത്രീയ പദ്ധതിയും ഒക്കെയുള്ള ആള് ആലപ്പുഴ ജില്ലയിലേക്ക് നിയോഗിക്കപ്പെട്ട സമയത്ത് ഒരു ഏറ്റവും അടിസ്ഥാനമായ ഒരു യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. അത് വെറും പൊളിറ്റിക്കൽ ഭൂരിപ്ലവമായ ഒരു സീറ്റിന് വേണ്ടിയുള്ള, കേവലം ഒരു സീറ്റിന് വേണ്ടിയുള്ള ചെറ്റത്തരം എന്നൊക്കെ നമ്മൾ അങ്ങനെ കാര്യമല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഒരു കോർ ഇഷ്യൂവിലാണ് ശരിക്കും സന്ദീപിന്റെ സ്ഥാനം. അത് എങ്ങനെ ആലപ്പുഴ ഇപ്പൊ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? ആലപ്പുഴയിലെ എന്താണ് ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്, ഒരു ചർച്ചയിലോ മറ്റോ സന്ദീപ് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കണ്ണൂരെ CPM അല്ല, കണ്ണൂരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ആലപ്പുഴയിലെ, കുറച്ച് ബൗദ്ധികമായി. പക്ഷെ അങ്ങനെ കാപ്പട്ട ബൗദ്ധികതയല്ലാതെ കൃത്യമായ ഒരു ബൗദ്ധിക തലത്തിലുള്ള ചർച്ച അവിടെ നടക്കുന്നുണ്ടോ ഇപ്പോ? നമ്മൾ നേരത്തെ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അല്ലെ കമ്മ്യൂണിസത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആധികാരികമായി പഠനം നടത്തുകയും അതിന്റെ ഭാവി പ്രവചിക്കുകയും ചെയ്ത പരമേശ്വരജിയൊക്കെ ഒരു ജില്ലയാണ്. പി മാധവജി കമ്മ്യൂണിസം മാറ്റിവെക്കുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകം, ഡെങ്കിഡിജിയൊക്കെ ആലപ്പുഴയ്ക്ക് വന്ന് പഠിച്ച് ഇതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഭാവി പ്രവചനം പോലും നടത്തി തരാം. അത് സംഭവിച്ചു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥയും അങ്ങനെ ഒരു ബൗദ്ധിക തലത്തിൽ ഒരു കാപട്യമാണോ നിലനിൽക്കുന്നത്, വാസ്തവികതയാണോ, എന്താണ് അതിന്റെ ഒരു അനുഭവം? തീർച്ചയായും ഞാൻ അന്ന് പറഞ്ഞത് നമ്മളെ ഈ ആലപ്പുഴയിൽ അങ്ങനെ വലിയൊരു ബൗദ്ധിക തലത്തിൽ എന്നുള്ളതിനേക്കാൾ അല്പം കൂടി ഹൃദയം കൊണ്ട് കമ്മ്യൂണിസത്തെ സ്വീകരിക്കുന്ന ഒരു, കാരണം ഞാൻ എൻ്റെ ഒരു പരിമിതമായ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കണ്ണൂരിലെ കമ്മ്യൂണിസവും ആലപ്പുഴയിലെ കമ്മ്യൂണിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ണൂരിലെ കമ്മ്യൂണിസം തലച്ചോറിന്റെ കമ്മ്യൂണിസമാണ്. മീൻസ് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി പാർട്ടിയെ എങ്ങനെ ഉപയോഗിക്കുന്നത് ബുദ്ധിപരമായി ആലോചിച്ച് ഉപയോഗിക്കുന്ന കമ്മ്യൂണിസമാണ് അവിടെ. ആ ബൗദ്ധികത അല്ലാതെ ഇന്റലക്ച്വൽ അല്ല, ഇന്റലക്ച്വൽ എന്നുള്ള അർത്ഥത്തിലല്ല. അവർ ബുദ്ധി കൊണ്ടാണ് കമ്മ്യൂണിസത്തെ ഉപയോഗിക്കുന്നത്. പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നാൽ, പാർട്ടിക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്ന ലൈനിലുള്ള കമ്മ്യൂണിസ്റ്റുകളാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ അധികാര കേന്ദ്രങ്ങളിൽ എങ്ങനെ എത്താം, ഇപ്പൊ ഇന്നലെ തന്നെ വന്ന പോലെ പാർട്ടിയുടെ ഫണ്ട് എങ്ങനെ അടിച്ചു മാറ്റാം, ഇത്തരത്തിലുള്ള ബുദ്ധിയാണ് അവർ പ്രയോഗിക്കുന്നത്. ഇവിടെ അല്പം കൂടി ഹൃദയം കൊണ്ടാണ്. കമ്മ്യൂണിസം എന്തോ ഒരു ആത്യന്തികമായ സത്യമാണെന്നും കമ്മ്യൂണിസം കൊണ്ട് നാളെ ഞങ്ങൾക്കൊരു മേൽഗതി ഉണ്ടാകുമെന്നും ഇന്നും കരുതുന്ന സ്വപ്നം കാണുന്ന സാധാരണക്കാരായ കുറെ മനുഷ്യരുണ്ട്. അതാണ് ഇത് തമ്മിൽ പറ്റുക. ഇപ്പൊ നമ്മള് അതുകൊണ്ടാണ് പറയുന്നത്, കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് അതിജീവിക്കാൻ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു മാഫിയ തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ആലപ്പുഴയിലെ, ഇപ്പൊ ശശിയാണ് അറിയാം, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പൊ പാർട്ടി വിട്ടാൽ എന്ത് നഷ്ടപ്പെടാനുണ്ടെന്ന് ചോദിച്ചാൽ അവർ ഇന്നലെ വരെ പിടിച്ച കൊടി മാത്രമേ അവർക്ക് നഷ്ടപ്പെടാൻ, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും വലുതായിട്ട്. ഇപ്പൊ പുത്തൻകുറ്റി കമ്മ്യൂണിസ്റ്റുകാര് സ്വാഭാവികമായും അവർ കൊടികളുണ്ടാക്കി സാമ്രാജ്യം പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ ആലപ്പുഴയിലെ സാധാരണ മനുഷ്യര് കമ്മ്യൂണിസം ഉപേക്ഷിച്ചാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവർക്ക് ഒന്നും സംഭവിക്കാൻ, അവരൊരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്നലെ വരെ പിടിച്ച കൊടി അവരിൽ നിന്ന് നഷ്ടമാകും, അവർക്കുള്ളൂ. പക്ഷെ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് അതല്ല. അവൻ പാർട്ടി ഉപേക്ഷിച്ചാൽ അവന് ജീവൻ നഷ്ടപ്പെടാം, അവന്റെ സാമ്രാജ്യം നഷ്ടപ്പെടാം, അവൻ കെട്ടിപ്പടുത്ത ഇന്നലെ വരെയുള്ള മുഴുവൻ സ്വത്ത് പോലും അവന്റെ ജീവിതം പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ അതാ ഞാൻ, അപ്പൊ അതൊരു മാഫിയ കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് അതെന്താണ്, അതുകൊണ്ടാണ് ഒരു ആശയപരമായി പോലും നമുക്ക് അതേ എതിർക്കാൻ പറ്റുന്നവന്മാർ ഒരുമിച്ച് വരുന്നതിന്റെ കാരണം അതാണ്. വളരെ പെട്ടെന്ന് വെട്ടുകിളികളെ പോലെ കൂടും. കാര്യം ഒരാളുടെ സാമ്രാജ്യത്തിൽ ഒരു വിള്ളല് വന്നാൽ ഇപ്പൊ ഈ അധോലോകങ്ങളെ പോലെയാണല്ലോ, അതിനകത്ത് ഒരുത്തം പുറത്തു പോയാൽ മൊത്തം സാമ്രാജ്യത്തെയാണ് ഇത് ബാധിക്കുക. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമുക്ക് ആ പ്രശ്നമില്ല, അതായത് പറയും. പക്ഷെ ഇതാണ് ഇച്ചിരി കൂടെ നമുക്ക് ഒരു, ഇത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ പ്രയാസമായിരിക്കും. എങ്കിലും ഇതൊരു അനായാസവുമാണ്. ഹൃദയം കൊണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്നതാണ്, അവർക്കൊന്നും കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ അവർ പറ്റുമായിരിക്കും. പിന്നെ പാർട്ടി ആലപ്പുഴയിലേക്ക് എന്നെ നിയോഗിച്ചപ്പോൾ സത്യത്തിൽ അതൊരു മുമ്പ് പറഞ്ഞതുപോലെയാണ് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാര്യം എന്നെ ഇപ്പോഴും പലരും നിങ്ങൾ പോകേണ്ടിയിരുന്നുണ്ടോ, എന്തിനാണ് ആലപ്പുഴയ്ക്ക് പോയത്, അവിടെ സ്റ്റേറ്റിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയല്ലല്ലോ, നമ്മളുടെ പാർട്ടി നമ്മളോടൊരു കാര്യം പറയുമ്പോൾ ഇപ്പം എന്നോട് ചുമതല ഏറ്റെടുക്കാമോ, ആലപ്പുഴയുടെ പ്രസിഡന്റ് ആകാമോ. അപ്പൊ അന്ന് ഈ വിഭജിക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് നിങ്ങളൊന്ന് പോയാൽ നന്നായിരിക്കുമെന്നൊരു നിർദ്ദേശം വന്നപ്പോൾ കുറെ ആലോചിച്ചു സത്യത്തില് എന്താണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കതൊരു വലിയൊരു വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മളിനിയും നാളെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയാൽ പോലും നമുക്ക് താഴെയിൽ നിന്ന് കയറി വരിക, അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് വരുന്ന ഒരാളെ, ഇപ്പൊ അമിത്ഷാജി എപ്പോഴും പറയും, അമിത്ഷാജി ഒരു യോഗത്തില് കേരളത്തിൽ തന്നെ പങ്കെടുത്താലും ആ യോഗത്തിലുണ്ട്. അപ്പൊ അമിത്ഷാജി നമ്മളോട് പറഞ്ഞത്, നിങ്ങള് പാർട്ടി പ്രവർത്തനത്തെ പറ്റി എന്നോട് പറഞ്ഞു, ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച കാര്യം അദ്ദേഹം പറയാം. അത് കൊടുക്കുന്ന ഒരു കരുത്ത്
അത് നിങ്ങൾ ഏത് നേതാവായാലും കിട്ടില്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് വരും. അപ്പൊ ഞാൻ അങ്ങനെയോട് ആലോചിച്ചപ്പോൾ നമുക്കും അത് വ്യക്തിപരമായും സംഘടനയും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും സംഘടനയുടെ ബാലപാഠങ്ങളും കൂടെ മീൻസ് അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ കൂടി ഭാഗഭാക്കാവുക, പിന്നെ പ്രവർത്തകരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. അല്ല നമ്മളൊരു നേതാവായി നടക്കലല്ലോ, നമ്മൾ അവിടെ ചെന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു വിദ്യാഭ്യാസം സാറ്റിസ്ഫാക്ഷൻ അക്കാര്യത്തിൽ കിട്ടുന്നുണ്ട്. ബാക്കിയൊക്കെ വേറെ നമുക്ക് എന്താ ഈ പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് പോകാമായിരുന്നില്ല ഈ സമയത്തൊന്നും വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആധുനിക കാലത്ത് പറഞ്ഞാൽ റീച്ച് ഇതിനായിരിക്കാം. ഏതാ ഇപ്പൊ നമ്മളവിടെ പോയിട്ട് ഞാനൊരു ബൂത്ത് കമ്മിറ്റി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മുന്നിൽ ചിലപ്പോൾ ഒരു 20-25 പേരായിരിക്കാം. ഞാനൊരു ജില്ലാ കമ്മിറ്റി പങ്കെടുക്കുമ്പോൾ ഒരു 50 പേരായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഞാനൊരു ചാനൽ ചർച്ച അഡ്രസ് ചെയ്ത മിനിമം ഒരു 10,000 പേരെങ്കിലും കേൾക്കും. അങ്ങനെ വേണേ നമുക്ക് അതിനെ അങ്ങനെ പറയാം. പക്ഷെ അതല്ലല്ലോ, നമുക്ക് ഇത് തരുന്ന ദത്തോപാന്ത് ഠേങ്കർജി അദ്ദേഹം രാജ്യസഭയിലേക്ക് നിയുക്തനായ സമയത്ത് ഗുരുജിയെ കാണാൻ പോയി. ഗുരുജിയോടൊക്കെ കാണാൻ വേണ്ടി പോയി. അപ്പം ഗുരുജിയോട് ചോദിച്ചു എന്താണ് നേതാജി ആരഹാ ഹേ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്ര. അവർ ചോദിച്ചു എന്താണ് ഠേങ്കരുടെ പദ്ധതി എന്താണെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ അറിയാമല്ലോ നമ്മുടെ സംവിധാനത്തിൽ എന്താണ് അങ്ങ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയാണ് ചെല്ലുക, അതിനുവേണ്ടിയാണ് ചെന്നത്. അവർ പറഞ്ഞു ഓക്കെ, താങ്കൾക്ക് രാജ്യസഭയിൽ ഗംഭീര പ്രസംഗം നടത്താം, പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വലിയ ഹെഡിങ് വരും, കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ കൈയടിക്കാനുണ്ടാവും, അപ്പം നിങ്ങൾക്ക് വലിയൊരു നേതാവായി മാറാം. ഒന്ന് ആ മാർഗമുണ്ട്. രണ്ടാമത് ഒരു വർഷത്തിനുള്ളിൽ ഭാരതം മുഴുവൻ നേരിടാൻ പോകുന്ന ഒരു വലിയ ജനാധിപത്യ പ്രശ്നത്തിന് നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളി വരാൻ പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷണം. അതിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് രാഷ്ട്രീയാതീതമായി ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ രാഷ്ട്രീയാതീതമായി ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യം ഠേങ്കടി ഇഫ് യു ക്യാൻ ടേക്ക് ഇറ്റ് ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് സർവീസ് ടു ദി നേഷൻ എന്നാണ്. അതിനുശേഷമാണ് ഉണ്ടാവുന്നത് അടിയന്തരാവസ്ഥ. എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ അതിന് മുമ്പ് അദ്ദേഹം അത് മനസ്സിൽ കണ്ടിരിക്കുന്നു. അങ്ങോട്ട് ആ പോക്ക് സത്യം ആ പോക്ക് അങ്ങനെയാണെന്നത്. ഏതാണ്ട് ഡൽഹിയിൽ ഒരു കാലത്ത് പോയി ഞാൻ ഠേങ്കർജിയായിട്ട് സംസാരിച്ചത്. അദ്ദേഹം മാധ്യമക്കാരനാണെങ്കിൽ ഓടിച്ചു വിടുന്ന ഒരു കാലം. ആ കാലത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഇതായിരുന്നു കാഴ്ചപ്പാടെന്ന്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഈ പോക്കിന് അങ്ങനെ ഒരു വലിയൊരു പാഠം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ് അത് സന്ദീപ് ഉൾക്കൊണ്ടെന്നുള്ളൊരു തെളിവാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തോ ഒരു സ്വകാര്യ സ്വത്താണെന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കുണ്ട്. പുന്നപ്രയും വയലാറും 2 സ്ഥലങ്ങളാണെന്ന് പോലും അറിയാൻ ആൾക്കാർ പോലും അതിനെക്കുറിച്ച് ആവേശപൂർവ്വം പറയുന്ന ഒരു സ്ഥലം. അവിടെ ചെന്നിട്ട് ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളുടെ സ്ഥലമാണ്, ഇത് എൻ്റെയും കൂടെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ ഒരു ബ്രേക്കില്ലേ, അത് ശരിക്കും എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ഒരു അടിത്തറ തന്നെ ഉലച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ പോക്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഭാഗം ആലപ്പുഴയുടെ തന്നെ സർവനാശത്തിന് കാരണമായി മാറിയത് ഒരു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയനിസം അല്ലെ, അതിനെ ഒന്ന് അത് മാറ്റിയെടുക്കാൻ, അത് ആലപ്പുഴയുടെ ഒരു പഴയ പ്രഭാവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഏതെങ്കിലും സാധ്യത ഉണ്ടോ? ആ സാധ്യത എങ്ങനെ വിനിയോഗിക്കാൻ BJPക്ക് പറ്റും നമുക്ക്? തീർച്ചയായിട്ടും അത് അങ്ങ് ചോദിച്ചാൽ വളരെ ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരവായിരിക്കും. ഈ പറഞ്ഞ തൊഴിലാളി മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുന്ന ഒരു കിരാതവൽക്കരണം തന്നെ പറയണം. പാവങ്ങളായിട്ടുള്ള തൊഴിലാളികളെ പലതും പറഞ്ഞു പറ്റിച്ച് ഇപ്പോഴും നമുക്കറിയാം. ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൊബൈലെടുത്ത് അറിയാം, ഇന്നലെ 2-3 ദിവസമായിട്ട് നമ്മുടെ ഈ പാർട്ടിയുടെ തലത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയിട്ടുള്ള ചെറിയ ശില്പശാലകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, മൊബൈലിലുണ്ട് CPM അതായത് മേറ്റുമാർ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ പരിപാടിക്ക് വന്നില്ലേ നിങ്ങളുടെ തൊഴിൽ കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇന്നും. അപ്പോ ഞാൻ ചോദിക്കുന്ന ഒരു 100 വർഷം മുമ്പ് എന്തായിരുന്നിരിക്കും അവസ്ഥ? ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയേറെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചു, അല്ലെ നമ്മൾ എല്ലാ മനുഷ്യനും ലൈവിലാണ് അല്ലെ എയറിലാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് ഇങ്ങനെ ധിക്കാരപരമായി പെരുമാറാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ പെരുമാറ്റം എന്തായിരിക്കും? ഈ മെയ്റ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണ സ്ത്രീകളാണ്. അവരൊന്നും വലിയ പാർട്ടിയുടെ നേതാക്കന്മാരോ വലിയ ട്രേഡ് യൂണിയൻകാരോ ഒന്നുമല്ല. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു തലമുതിർന്ന ആൾ അല്ലെ, അവരുടെ ക്ലാസ് മോണിറ്റർ എന്നോ ലീഡർ എന്നോ പറയുന്ന ഒരു തലത്തിലുള്ള ഒരു സ്ത്രീയാണ്. വളരെ പരുഷമായിട്ട് വളരെ അഹങ്കാരത്തോടു കൂടി പറയാണ്, നിങ്ങള് പാർട്ടിയുടെ പരിപാടിക്ക് വരണം, പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള സമരമാണ്, സമരത്തിനൊന്നില്ല, നാളെ ഒരു തൊഴിലുണ്ടല്ലോ, വേറെ അന്വേഷിച്ചോണം. അപ്പൊ നോക്കൂ, ഇതിനെ ഒരുപക്ഷെ ഈ അങ്ങ് ചോദിച്ചതുപോലെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ BJPക്കും കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അതിനകത്ത് നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിനകത്ത് BJP നേരിടുന്ന വലിയൊരു ഇഷ്യൂ ഒരുപക്ഷെ നമുക്കൊരു ട്രേഡ് യൂണിയൻ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലത്തിലല്ലല്ലോ BJP പ്രവർത്തിക്കുന്നത്.
ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല ഫ്രാക്ഷനുകളാണ്. അവർക്ക് വിദ്യാർത്ഥി ഘടകത്തിന് ഒരു സംഘടന, യുവജനങ്ങൾക്കൊരു സംഘടന, തൊഴിലാളികൾക്കൊരു സംഘടന, കർഷകർക്കൊരു സംഘടന, കർഷകർ ഇങ്ങനെ കമ്പാർട്ട്മെന്റലുകളാക്കി അവര് എന്താണ് ബഹുജന വർഗ ബഹുജന സംഘടനകളാക്കി വിഭജിച്ച് അതിന്റെ ഒക്കെ കൂടെ ഒരു കൺസോർഷ്യമാണല്ലോ ഈ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ട്രേഡ് യൂണിയൻ ഇല്ല, തൊഴിലാളി സംഘടന ഇല്ല. സോറി, BMS എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംഘത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് BJP പോലെ മറ്റൊരു സംഘടനയാണ്, അല്ലാതെ BJPയുടെ സബ്സിഡിയറി സംഘടനയല്ല. അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പൊ നമ്മളെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ് അവിടെ വരാത്തത് തൊഴിലാളി പ്രശ്നത്തിൽ അപ്പൊ ഇടപെടാൻ നമ്മൾക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലുള്ള ജനറൽ ഇടപെടലല്ലാതെ വളരെ പർട്ടിക്കുലർ ആയിട്ട് ഇടപെടണമെങ്കിൽ സ്വാഭാവികമായും നമുക്കൊരു തൊഴിലാളി ട്രേഡ് യൂണിയൻ സ്വഭാവം നമുക്കില്ല, വിദ്യാർത്ഥി സ്വഭാവത്തിൽ അത് തന്നെ നമുക്കറിയാം. അപ്പം എന്തായാലും ഈ ഒരു വലിയ മാറ്റം ഈ തൊഴിൽ ആളികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ തൊഴിലാളികൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞ ആത്യന്തികമായ ഒരു ഭീതിയാണ്, ഞങ്ങൾ തൊഴിലില്ലാതായിക്കോളാം. നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ച് ഞാൻ തൊഴിലാളികളോടൊപ്പമായിരുന്നു. അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ കേൾക്കുന്നുണ്ട്. വളരെ ഹൃദയം തുറന്ന് നമ്മളെ അവർ സ്വീകരിക്കുകയും നമ്മൾ പറയുന്നതിനെ മുഴുവൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവൻ വന്ന് നടത്തുന്ന ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ഭീഷണി, അയാളുടെ ഒരു പ്രലോഭനത്തിന് ഈ പാവങ്ങൾ വഴങ്ങി കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും ആത്യന്തികമായി ഞാൻ വിചാരിക്കുന്നില്ല ഒരു ആദർശപരമോ ഐഡിയോളജിക്കലോ ഒന്നുമല്ല. എന്റെ തൊഴിൽ പോകുമോ എന്ന ഭീതി, ഞാൻ നാളെ ചെന്നാൽ എന്നെ തൊഴിൽ ഇറക്കാതിരിക്കുമോ. ഇപ്പൊ സംസ്ഥാന സർക്കാർ ആയിരുന്നു തൊഴിൽ തന്നുകൊണ്ടിരുന്നാൽ ഇത്രയും കാലം അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം ചേഞ്ചസ് വരുത്തുന്നു എന്ന് പറഞ്ഞല്ലോ, ഏത് കേന്ദ്രത്തിൻ്റെതായിരുന്നോ എന്ന് തൊഴിലാളികൾ പോലും തിരിച്ചറിയുന്നു. അപ്പൊ ഇവര് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇപ്പോഴും അവര് പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യൽ വലിയൊരു ആവശ്യമാണ് കാലത്തിന്റെ. ഇവിടെ ചരിത്രപരമായി നോക്കുന്ന സമയത്ത് ആലപ്പുഴയ്ക്ക് അങ്ങനെ വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോഴും സാധ്യതയുണ്ട്. പക്ഷെ അത് വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാര് ആലപ്പുഴ എത്രയോ 2-3 പേരൊക്കെ മന്ത്രിമാരുണ്ടായ സമയത്ത് പോലും ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗം. പക്ഷേ അവരുടെ ജനത നേരിടുന്ന വേറെ വലിയ 2 പ്രശ്നങ്ങൾ ഞാനിപ്പോൾ നമ്മൾ തമ്മിലായതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. വലിയ പ്രശ്നം ഒരു പരിസ്ഥിതി പ്രശ്നമാണ് ആലപ്പുഴയുടെ. ആരോഗ്യം, പരിസ്ഥിതി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ പല വീടുകളിലും ഈ രോഗം, ക്യാൻസർ രോഗം അതിഭീകരമല്ലേ? ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ എനിക്ക് ആലപ്പുഴ ജില്ലയിലാണെന്ന് തോന്നുന്നു. അതേപോലെ ഈ ജലജന്യ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മുടെ സത്യത്തില് നമുക്കൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും ഈ പൊതുജനങ്ങളോട് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരോട് പോലും ചിലപ്പോൾ നമുക്കൊരു എന്താണ് ഇവരിത് മനസ്സിലാക്കാത്തതെന്ന് നമുക്ക് തോന്നിപ്പോയല്ലോ. അതാ ഇപ്പം എന്താ പറഞ്ഞ ശശിനോട് നിങ്ങളെ ചവിട്ടി മെതിക്കുന്നവരെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു ജനങ്ങൾ. അവരെ പീഡിപ്പിക്കുന്നവരെ അവർ തിരിച്ചറിയിച്ചില്ല. അത് എങ്ങനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്, ആലപ്പുഴ ജില്ല എന്നുള്ളത് കേരളത്തിന് 2 മുഖ്യമന്ത്രിമാരെ കൊടുത്ത ജില്ലയാണ്. വലിയ സമരനായകന്മാര് KR ഗൗരിയും TV തോമസും അടക്കമുള്ള സമരനായകന്മാര് അല്ലെ. പക്ഷെ P കൃഷ്ണപിള്ളയെ പറ്റി പോലും വേണമെങ്കിൽ നമുക്ക് ആലപ്പുഴ എന്ന് പറയാം. തൊട്ടടുത്താണ് P കൃഷ്ണപിള്ളയുടെ വിളഭൂമിയായിരുന്നു ആലപ്പുഴ, അങ്ങനെ തന്നെ പറയാം അല്ലെ. VS അച്യുതാനന്ദൻ ചവിട്ടി പതിച്ച ഭൂമിയാണ് ആലപ്പുഴ. എത്രയോ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവ നായകന്മാർക്ക് ജന്മം കൊടുത്ത നാടല്ലേ. ഇപ്പോൾ തൊട്ടപ്പുറത്തെ ഇപ്പോൾ കാമ്പിശ്ശേരി കരുണാകരനാണ്, തോപ്പിൽ ഭാസിയെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർ, വയലാറിനെ പോലെയുള്ള ആൾ, എല്ലാവരും തൊഴിലാളികളെ നന്നാക്കുമായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, ആത്യന്തികമായി പറഞ്ഞ എല്ലാവരും ചെയ്തത് എന്താ? എന്തായാലും തൊഴിലാളികൾ നന്നാക്കി എന്നാണ് പറയുന്നത്. കർഷകരെയും കർഷക തൊഴിലാളികളെയും എന്തോ പടുത്തുയർത്തിയെന്ന്, പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം എന്താ? നമുക്ക് അവകാശബോധം എന്നുള്ള കാര്യത്തിൽ കറക്റ്റ് 100% മലയാളി ലിറ്ററും, ആ കാര്യത്തിൽ 100% ലിറ്ററസി മലയാളിക്കുണ്ട്. അവകാശബോധത്തെ പറ്റി പറയുമ്പോൾ നമ്മളുടെയൊക്കെ ഉള്ളിലെ പൗരൻ ഉണരും. എന്നതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്തായിരുന്നു? നോക്കൂ, രാജാ കേശവദാസാണ് നമുക്ക് ആലപ്പുഴ പട്ടണത്തെ വിഭാവനം ചെയ്തത്. അന്ന് അദ്ദേഹം ഈ ഇടക്കനാലുകളും കായലുകളും കടലും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കായലിന് ചുറ്റും അല്ലെങ്കിൽ കടലിനെ സമീപത്തായി ഒരു നഗരം പടുത്തുയർത്തിയതാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കയറ്റിറക്ക് നടന്നിരുന്ന ഒരു തുറമുഖം ആലപ്പുഴയായിരുന്നു അല്ലെ. അങ്ങനെയാണല്ലോ കിഴക്കിന്റെ വെനീസിന്റെ സൗന്ദര്യം മാത്രമായിരുന്നില്ല, വ്യാപാരം വലിയൊരു കട, പാണ്ഡികശാലകൾ പടുത്ത് വലിയ എവിടേക്ക് കൊണ്ടുപോയി ഇവര് ആലപ്പുഴ. ഞാൻ ചോദിക്കുന്നത്, ആലപ്പുഴ ശരി നന്നാക്കി. ഞാൻ എപ്പോഴും ചില നമ്മുടെ ബീച്ചുകളൊക്കെ ചോദിക്കുന്ന പോലെ ഇപ്പൊ ഇത്രയുണ്ട്, വലിയ സംഭവമാണ്.
ഇത് ഇപ്പോഴത്തെ ഇതിന്റെ വില മുമ്പ് എത്ര ഉണ്ടെന്ന് അറിയണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചിലപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 10,000 കോടിയുടെ സ്വത്തുണ്ട്, ശരി. അവിടെ ഇതിനു മുമ്പ് ഇത് 1,00,000 കോടിയുടെ ആയിരുന്നെങ്കിലും അല്ലെ? ഇപ്പൊ ശബരിമലയിൽ സ്വർണ്ണം ഉണ്ടെന്ന് എല്ലാവരും കണ്ടു. ഇതിനു മുമ്പ് 100 കിലോ സ്വർണ്ണമായിരുന്നുണ്ട്, ഇപ്പൊ നമുക്ക് 25 കിലോ 25 കിലോ സ്വർണ്ണം സംഭവമാണ്. അങ്ങനെ നമുക്ക് ആശ്വസിക്കാനാണെങ്കിൽ ആലപ്പുഴയ്ക്കൊക്കെ ആശ്വസിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ആലപ്പുഴയുടെ പഴയ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എവിടെ എത്തി? ഈ ധനമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കിന്റെ എത്രയോ പ്രഖ്യാപനങ്ങൾ എനിക്കൊരു 10-12 തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴകൾ എന്തൊക്കെയാക്കി മാറ്റും, അല്ലെ? ഇന്നേ വരെ കനാലൊന്നും നവീകരിക്കില്ല. കഥാനമന്ത്രിയായിരുന്നു, KC വേണുഗോപാൽ ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു, അല്ലെ? സംസ്ഥാന സർക്കാരിലെ ടൂറിസം മന്ത്രിയായിരുന്നു KC വേണുഗോപാൽ. പോസ്റ്ററിനകത്ത് ഹൗസ് ബോട്ടിന്റെ പടം ഇട്ടു, വേറെ എന്താ ചെയ്തത്? ഇന്നേ വരെ ആ കനാലുകളൊന്ന് ശുചീകരിക്കാൻ അവർ ശുചീകരിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ശുചീകരിക്കുന്നുണ്ട്. എല്ലാ വർഷവും അവരുടെ ആൾക്കാർക്ക് പണം കിട്ടാൻ വേണ്ടി കുറെ പോള വാരും, അതൊരു ഉത്സവമാക്കി നടത്തി പോള വാരി ഒരു 3 ആഴ്ചത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കൊള്ളാം, വീണ്ടും വന്നു നിറയണം. ഇതിനൊരു ശാശ്വതമായ പരിഹാരമല്ലേ വേണ്ടത്? ഇതൊരു റെക്കറിങ് അവരുടെ ഒരു എന്താ പറയുന്ന ഒരു ലൂട്ടിങ് ആണ്. എല്ലാ വർഷവും അവർക്ക് മണ്ണടിച്ച് മാറ്റാൻ വേണ്ടി അവരൊരു യജ്ഞം നടത്തും, വാർഷിക പദ്ധതി പോലെ നടത്തി ഇത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്നെന്താ ആലപ്പുഴയിലുള്ളത്? അപ്പൊ ഇതിനെ എന്താണ് ജനം തിരിച്ചറിയാത്തത്? ആലപ്പുഴ ഒരു കാലത്ത് കയറ് എവിടെ പോയി? കയറ് അങ്ങേക്കറിയാം കയറിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ തേങ്ങാപട്ടണത്തു നിന്നും ഇവിടുന്ന് ഒക്കെ ചകിരി ഇവിടെ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവരും. ചകിരി ഇവിടെ കൊണ്ടുവന്ന് നമ്മള് ലെയ്ത്തിനകത്ത് കയറ്റി ചകിരിമത്തേക്ക് കൊടുക്കുക, അല്ലെ? എന്തൊരവസ്ഥയാന്ന് നോക്കൂ. തേങ്ങയില്ല, ചകിരിയില്ല, ടൂറിസം ഇല്ല. ഇത് എവിടേക്കാ ഇവർ കൊണ്ടുപോയത്? ഇതിനെ മത്സ്യബന്ധന മേഖലയില്ല, മാത്രം പറഞ്ഞത് കൃഷി ഏതോ ഒരു അവസ്ഥയായി. ഇതിനെയൊക്കെ എന്തുകൊണ്ട് ജനം അഡ്രസ് ചെയ്യുന്നില്ല നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ആകെയുള്ള കയ്യിലുള്ള ടൂളാണ് വോട്ട്. ആ വോട്ട് എന്നുള്ളതിനെ നമ്മൾ കൃത്യമായി നമ്മൾ എപ്പോഴും പറയുന്നു. ഞാൻ അന്ന് തൊഴിലാളികളോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ സ്നേഹിച്ചോളൂ. ഞാൻ തൊഴിലാളികളുടെ സ്ത്രീകളോട് ഞാൻ പറഞ്ഞു നിങ്ങളെ ആത്യന്തിക BJP കാരാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ പിന്നെ ആയാൽ മതി, നിങ്ങൾ ആയിക്കോളും, എനിക്കത് ആശങ്കയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയെ ഒന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യണ്ടേ? ചോദിക്കണം. ഒരു സാധാരണ മനുഷ്യനെ കറക്റ്റ് ചെയ്യാനുള്ള ഏക മെഷർ എന്നുള്ളത് വോട്ടാണ്. ഇപ്പൊ എന്താ CPM-കാർ തൊഴിലാളികളെ പിന്നെ തിരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്താലും ഇവർ ഞങ്ങൾ കൂട്ടി, നിങ്ങളെ ചവിട്ടിയാലും തൊഴിച്ചാലും തുപ്പിയാലും തല്ലിയാലും നിങ്ങളുടെ വോട്ട് എനിക്കാണ്, പിന്നെന്തിനാ ഞാൻ നിങ്ങളെ നോക്കുന്നത്? ഗവനിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരെ മറിച്ച് ഞങ്ങൾ പ്രതികരിക്കും എന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ പാർട്ടിയും ചിലപ്പോൾ നന്നായി നയിക്കാം, അല്പം കൂടി തൊഴിലാളി ഉന്മുഖമായ ഒരു കാര്യങ്ങൾ ചെയ്തേക്കാം. ഇന്ന് ചെയ്യാത്തതിന്റെ കാരണം എന്തായാലും ഇവരോട്ട് എനിക്ക് കിട്ടും, പിന്നെന്താന്നുള്ള ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ ഒരു ലൈനിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവരിതിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, ഈ ഒരു ക്ലച്ചസിൽ നിന്ന് മോചിതരായിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇപ്പോഴും ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട്? കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, വയലാർ രവി, AK ആന്റണി, സെൻട്രൽ ഗവൺമെന്റ് ലീഡർ. ഇതിൽ ആരുടെയെങ്കിലും പോർട്ട്ഫോളിയോ മോശമായിരുന്നു? ഒരാൾ ഡിഫൻസ് മിനിസ്റ്റർ, ഒരാൾ പ്രവാസി കാര്യമന്ത്രി, ഒരാൾ ഏവിയേഷൻ മിനിസ്റ്റർ, ഒരാൾ തൊഴിൽ മന്ത്രി, എല്ലാ തരത്തിലുള്ള എന്തൊരു മനോഹരമായ പോർട്ട്ഫോളിയോസ് ഇവരെല്ലാം കൈ എന്താ കിട്ടിയത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വികസനത്തെ പറ്റി ഇപ്പൊ അങ്ങ് പറഞ്ഞത് ആലപ്പുഴയെ സെൻട്രിക് ആയിട്ട് നമുക്ക് വലിയൊരു പഠനം ആവശ്യമുണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ വികസനത്തിന് സർക്കാർ പണം നീക്കി വെച്ചിട്ടുള്ള ജില്ലകളാണ് ആലപ്പുഴയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുട്ടനാട് പാക്കേജ് അടക്കം. കുട്ടനാട് പാക്കേജ് ഏകദേശം 1000 കോടി രൂപയ്ക്ക് അടുത്തുള്ള, അല്ലെ? 1000 കോടി രൂപയുടെ അടുത്തുള്ള ഒരു പാക്കേജാണ് കുട്ടനാട് പാക്കേജ് മാത്രം. പിന്നെ ആലപ്പുഴയുടെ ബ്യൂട്ടിഫിക്കേഷനായി, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി, കടൽ ഭിത്തി ഇതിലായി, മത്സ്യബന്ധന മേഖലയ്ക്ക്, ടൂറിസത്തിന് തുടങ്ങി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളത് കൃഷിക്ക് ഏറ്റവും കൂടുതലുള്ളത് ജില്ല ആലപ്പുഴ തന്നെയാണ്. ഇതിന്റെ ഒരു വിനിയോഗം സംവിധാനം എവിടെ പോയി? ഇതിന്റെ ഒരു സോഷ്യൽ ഓഡിറ്റ് ആരും ചെയ്തില്ല. ഇപ്പൊ നമ്മള് പലപ്പോഴും കേന്ദ്രം പണം തരുന്നില്ല എന്ന് കേരളം പറയുമ്പോൾ നമ്മളെപ്പോഴും അത് പറയുന്ന ഒരു കാര്യം, പണ്ടത്തെ പോലെ അല്ലിപ്പോ സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന പൈസയുടെ കണക്ക് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടനാട് പാക്കേജ്, ഞാനെന്ന് മാധ്യമപ്രവർത്തനായിരിക്കും സമയത്ത് ഈ കുട്ടനാട് പാക്കേജ്, ഞാനാണ് ഈ കുട്ടനാട് പാക്കേജിന്റെ തട്ടിപ്പ് സംബന്ധിച്ച വാർത്തയെത്തുന്നത്, എന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണ്. എവിടെ പോയി? 1000 കോടി രൂപ നീക്കി വെച്ചു എന്ന് പറയാം. എത്ര 100 കണക്കിന് കോടി രൂപ ചെലവഴിച്ചു. എന്തായി? സ്വാമിനാഥനും മരിച്ചു, ഗാഡ്ഗിലും മരിച്ചു, കുട്ടനാടും മരിച്ചു, എല്ലാം മരിച്ചു, അല്ലെ? ഇന്ന് കുട്ടനാട് പാക്കേജ് എവിടെ പോയി? കുറെ കൽക്കെട്ട് നടത്തി, കുറെ പൈലറ്റ് സ്ലാബ് ഇട്ട് അത് സ്വാമിനാഥൻ പ്രത്യേകം പറയുകയും അതൊഴിച്ച് ബാക്കി എന്ത് ചെയ്യാൻ ആ സ്ലാബ് ഇട്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഇതിനെ പറ്റി ആരെ തിരക്ക്?
ഇന്ന് കുട്ടനാട്, നമ്മൾ കുട്ടനാടെന്ന് പറയുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലം, ഓക്കെ, ആ അസംബ്ലി നിയോജക മണ്ഡലം എടുത്താൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു അങ്ങ് കുട്ടനാട്ടുകാരനാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം. അതുകൊണ്ട് പരിഷത്തുകാരുടെ മുദ്രാവാക്യം പോലെ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇന്നും കുട്ടനാട് അല്ലേ. എനിക്ക് ഞാൻ ആലപ്പുഴയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കോള് വന്നിട്ടുള്ളത് ഞങ്ങൾക്കൊരു RO പ്ലാന്റ് കിട്ടും. നമ്മളൊരു 3-4 എണ്ണമൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. RO പ്ലാന്റ് കുട്ടനാട്ടിൽ ഇന്നും റോഡുകൾ വേണ്ട. ഞാൻ ചോദിക്കുന്നത്, ശരി, കുട്ടനാട് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്, നമുക്ക് ചെല്ലാൻ പറ്റില്ല. ഇവിടെ ഒരു എന്താ പറയുന്ന ഒരു ആംബുലൻസ്, ഒരു ബോട്ട് ആംബുലൻസ് എങ്കിലും, ഒരു മനുഷ്യനൊരു രോഗം വന്നാൽ കരയിലേക്ക് ഒന്ന് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഒരു ആധുനിക സൗകര്യമുള്ള ഒരു ആംബുലൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര കാലം ചെയ്തില്ലേ ഇവരൊക്കെ? അതൊക്കെ ഏറ്റവും ഇതൊക്കെ വലിയ പ്ലാനിങ് വേണ്ട ആവശ്യമുണ്ടോ? റോക്കറ്റ് എഞ്ചിനീയറിംഗ് ഒന്നും അല്ലല്ലോ. കുട്ടനാട്ടിലെ 2-3 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് 2-3 ബോട്ട് ആംബുലൻസുകൾ ഏർപ്പെടുത്തില്ല. എത്ര പേരുടെ മരണം ഒഴിവാക്കാൻ പറ്റും? കുട്ടനാട്ടിലെ എത്രയോ ഇടങ്ങളിലേക്ക് പാലം വേണമെന്നുള്ള ആവശ്യം എത്ര കാലമായി? ഇതിനൊക്കെ ഇതൊക്കെയല്ലേ ഒരു അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അഡ്രസ് ചെയ്യേണ്ട വിഷയം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അഡ്രസ് ചെയ്യിപ്പിക്കാനുള്ള ചുമതല ജനങ്ങൾക്ക് വേണ്ടി. അത് നിങ്ങൾ കളക്റ്റീവായിട്ട് നിങ്ങളിറങ്ങി ഹൈവേ ഉപയോഗിക്കണമെന്നോ കല്ലെറിയണമെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷെ ചെയ്യാത്തവനെ പണിഷ് ചെയ്യാനുള്ള വിവേചന ബുദ്ധിയെങ്കിലും കാണിക്കട്ടെ. ആ ബുദ്ധി കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാതി. തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ച് സമഗ്രമായ പഠനം ആവശ്യമുള്ള ഒരു ജില്ലയാണ്. പലപ്പോഴും നമ്മൾ ഈ കുട്ടനാടിന്റെ രക്ഷയ്ക്ക് എത്രയാ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്, എത്രയാ പഠന കമ്മിറ്റികൾ വന്നിട്ടുണ്ട്. എന്താ നടന്നത്? ഓരോ കമ്മിറ്റികളും വന്ന് ഓരോന്ന് പഠിച്ചു പോയി, കുറെ ശുപാർശകൾ കൊടുത്തു, അതിന് കുറെ പണം ചെലവഴിച്ചു, എന്നതിനപ്പുറത്തേക്ക് കോൺക്രീറ്റ് ആയിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല. അതൊരു ഇപ്പോൾ തന്നെ ഞാൻ പറയാം, AC റോഡിന്റെ നവീകരണം, ആ AC റോഡിന്റെ നവീകരണം എത്ര അശാസ്ത്രീയമാണ്. ഇന്നും ശാസ്ത്രീയമായ രീതിയിലല്ല AC റോഡ് ചെയ്യുന്നത്. അത് അബദ്ധമായിരുന്ന രീതിയിലാണ് പലതും പറയുന്നത് അല്ലേ. വേണ്ടിടത്ത് പാലങ്ങളില്ല, വേണ്ടിടത്ത് ഉയരത്തിലില്ല, വേണ്ടാത്ത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരാ പരിഹരിക്കുക? ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്തൊരു ചിറ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്, നമ്മുടെ AC റോഡിന്റെ അവിടെ ആ ചിറയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കായലിൽ വന്ന് കയറുന്ന ആ ഒരു സ്ഥലം സത്യത്തിൽ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ടൂറിസം സ്പോട്ടായിട്ട് മാറിയത് അല്ലേ. ആലപ്പുഴ ഏറ്റവും വലിയൊരു ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ഒരു ഇതിന് ഭരണാധികാരികളെ നിർബന്ധിതരാക്കുക എന്നത് ജനങ്ങളുടെ പൗരന്മാരുടെ ധർമ്മം കൂടിയാണ്. എന്നുള്ളത് എപ്പോഴും നമുക്ക് രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറയാൻ പറ്റും. അത് പൗരന്മാര് സത്യത്തിൽ അങ്ങനെ പറയുമ്പോ ആലപ്പുഴയിലെ പൗരന്മാര് പല ഇതിൽ പരാജയപ്പെട്ടവരാണ് കേൾക്കുമ്പോ ഇതായിട്ട് തോന്നുമെങ്കിലും. കാര്യം ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാത്തത് അല്ലേ. എനിക്ക് ആരോ പണ്ട് പറഞ്ഞ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നിങ്ങള് എന്താണ് പറയുന്നത്, തെറ്റ് ചെയ്യുന്നവരെക്കാട്ടിൽ വലിയ കുറ്റക്കാരല്ല, തെറ്റ് കണ്ടിട്ട് നിശബ്ദരായി ഇരിക്കുന്നവരാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മൾക്ക് അവരെ ശിക്ഷിക്കാനല്ല, അവരെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് വോട്ടെന്നുള്ളത്. അതിന് വിവേചന ബുദ്ധിയോടുകൂടി എന്റെ നാടിന്റെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ആരെയും കുറ്റം പറയണ്ട. രാഷ്ട്രീയക്കാരൻ ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് നമ്മളെ പറ്റിക്കൊണ്ടേയിരിക്കും. ഈ രാഷ്ട്രീയക്കാരുടെ ഭരണതലത്തിൽ ഇത്രയും വലിയ സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ചില പല കാര്യങ്ങളും ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ ഈ BJP പോലെയുള്ള പാർട്ടികൾ കാഴ്ചപ്പാടോടുകൂടി അധികാരത്തിൽ വന്ന സമയത്ത് സംബന്ധിച്ചില്ല. എന്റെ നാട്ടിൽ കാവാൽ പഞ്ചായത്തിൽ ഒരു വാർഡ് BJPക്ക് ഉണ്ടായിരുന്നു. ആ വാർഡിൽ ഒരു RO പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് സംസ്ഥാന സർക്കാരിന്റെ സംവിധാനത്തിലോ പഞ്ചായത്തിന്റെ സഹായത്തിലോ അല്ലാതെ കേന്ദ്രത്തില് സുരേഷ് ഗോപി രാജ്യസഭ അവിടെ ഒരു RO പ്ലാന്റ് ഉണ്ടാക്കി, അവിടെ ഒരു ആംബുലൻസ് ഉണ്ടാക്കി, എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റത്തില്ല ചോദ്യത്തിന് മറുപടിയില്ല. വലിയ കഴിവോ വലിയ 1000 കോടി രൂപയുടെ ഒന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടല്ലോ. നോർമൽ കാര്യം ഞാൻ പറയാം. 2 സ്പീഡ് ബോട്ട് ഒരു മനുഷ്യനെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ എത്തിക്കും? നമുക്ക് ഇപ്പോഴും ഒറ്റയടി പാതകളാണ് പല വീടുകളിലും അല്ലെ. ഞാൻ കുട്ടനാട്ട് ഒരുമാതിരിപ്പെട്ട പ്രദേശങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കറിയാം. ഒറ്റയടി പാതകളാണ് പല വീടുകളും. പോയാൽ സൈക്കിൾ മാത്രം പോകുന്ന വഴി ഞാൻ പാലിക്കുന്നത് പാമ്പ് കടി വലിയ വ്യാപകമല്ല ഇവിടെ. ഒരു മനുഷ്യനോ എന്താ ചെയ്യാൻ പറ്റും? ഈ ജേർണലിസ്റ്റ് ആയിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം, വക്താവ്, അങ്ങനെ പലതരത്തിൽ പത്രപ്രവർത്തന മേഖല, വാർത്താ മേഖലയിൽ ഉള്ള ആള്, ഈ പത്രപ്രവർത്തന മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആൾക്കാർക്ക് പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ധർമ്മം മാധ്യമങ്ങൾക്ക് ഉണ്ടായിട്ട് അവരതൊന്നും ചെയ്യാതെ ഈ താൽക്കാലികമായിട്ടുള്ള ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറകെ പോകുന്നു. ശരിക്കും വലിയ ക്രൈമല്ലേ? അങ്ങനെ ശരിക്കും പത്രപ്രവർത്തന മേഖല ഉണ്ടായിരുന്നത് എനിക്കിപ്പോൾ വാസ്തവത്തിൽ വലിയൊരു ഒരു കുറ്റം തോന്നാറുണ്ട് ഈ ജോലി ചെയ്യുന്നതിനോട് പലപ്പോഴും. ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? തീർച്ചയായിട്ടും ഞാനത് എപ്പോഴും പറയും. ഇപ്പോ ജോലി രാജിവെച്ചത്ര നന്നായി എന്ന് വാസ്തവമാണ്. അത്
എപ്പോഴും ഒരു അഭിമാനത്തോട്, ഇന്നലെയും ഞാൻ അത് കാര്യം ചർച്ച ചെയ്തു. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയക്കാരെ, ഇപ്പൊ ഇന്നലെ 2 ജേർണലിസ്റ്റുകളാണ് നമ്മൾ, രാഷ്ട്രീയക്കാരെപ്പോഴും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകുന്നവരാണ്. അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, എത്ര കുറവുകളുണ്ടെങ്കിലും അവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ അങ്ങ് ഏതാ അല്ല പിന്നെ ഈ മാങ്കൂട്ടത്തിനെ പോലുള്ള ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ വരുമ്പോഴാണ് അത്ര അപജയം സംഭവം. അല്ലെങ്കിൽ ഒരു അവനവൻ ചെയ്യുന്നതിനകത്ത് ആരെങ്കിലും ചോദിക്കുമല്ലോ എന്നൊരു പേടിയെങ്കിലും, അവന്റെ ധാർമ്മിക ബോധമൊന്നും അല്ല, നാടിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, വാർത്തയാകുമോ എന്നൊരു പേടിയെങ്കിലും ഉണ്ട്. അതില് നമ്മളിപ്പോ ജേർണലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ പണിയല്ല. മറ്റേ ആളുടെയോ കുഴലൂത്ത് എന്ന് പണ്ട് പറഞ്ഞതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നടക്കുന്നുണ്ട്. സത്യത്തില് ഓരോന്നും വാർത്തയാകുന്നത് കാണും, ഇതൊരു വാർത്തയാണോ എന്ന് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ അത്ഭുതം തോന്നുന്നുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ നമ്മള് എന്താ കേരളത്തിൽ സംഭവിച്ചത് അങ്ങോട്ട് അയ്യോ അല്ലെ, നമ്മൾ അതിനെ സ്വയം കൃതനാർത്ഥം എന്നേ പറയാൻ പറ്റുള്ളൂ. മാധ്യമങ്ങൾ വരുത്തി വെച്ചതാണ് ഈ മാധ്യമ പ്രവർത്തകരോടുള്ള സമൂഹത്തിന്റെ പുച്ഛം. ഇന്ന് സമൂഹത്തിൽ ഈ മാധ്യമ പ്രവർത്തകരോട് എത്ര വിലയുള്ളൂ. ഇപ്പൊ ഞാൻ വലിയ പഴയ കാലത്ത് വന്ന് മാധ്യമപ്രവർത്തനം ചെയ്ത ഞാൻ വലിയ മാധ്യമപ്രവർത്തനാണെന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും നമ്മളൊക്കെ നേരത്തെ, ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലെ മാതൃഭൂമിയിലുണ്ട്, നമ്മളൊക്കെ ഒരു ചെന്നിറങ്ങുമ്പോ ഒരു വിലയുണ്ടായിരുന്നു. അത് നമ്മളോടുള്ള വ്യക്തിപരമായതല്ല, ആ മാധ്യമ പ്രവർത്തകൻ എന്ന പ്രൊഫഷനോട് അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനമുണ്ട്. ഇന്ന് ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തന പരിഗണന കിട്ടുന്നില്ല. പല രാഷ്ട്രീയക്കാരും കാണുന്നപ്പം ഒരു കസര എടുത്ത് കൊടുക്കുന്നു, ഹലോ കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് സമൂഹത്തിന് എന്താ അവജ്ഞയും സംഘം പറഞ്ഞൊരു പുച്ഛമാണ് എന്നുള്ളത് അല്ലെ. ആ ഒരു തലത്തിലേക്ക് മാധ്യമ പ്രവർത്തനത്തെ എത്തിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മൾ വേണ്ടുന്നതും വേണ്ടാത്തതും വാർത്തയാക്കി, വാർത്ത ഏതാണ്, മുമ്പ് പറഞ്ഞ പരസ്യം ഏതാണ്, PR ഏതാണ്, ഇത് അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പണ്ട് ഞാൻ ആലോചിക്കാറുണ്ട്, പണ്ട് സത്യവർദ്ധൻ സാറ് ക്ലാസ് ഉണ്ട്, എന്നെ സത്യവർദ്ധൻ സാറിനെ അറിയാം. സാറ് പറഞ്ഞില്ല, നിങ്ങൾ ഒരു കൊലപാതകം കണ്ടു എങ്കിൽ പോലും കുത്തിയത് ഇന്നയാളാണെന്ന് എഴുതാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എപ്പോഴും പറയുന്നില്ല അല്ലേ, പറഞ്ഞില്ലേ? അത് നമ്മൾ ഇന്നോളം, ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ നമ്മളത് എപ്പോഴും പാലിച്ചിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് സ്ഥാപനത്തെ ഞാനിപ്പോൾ എടുത്തു പറയും. അവർ പറയുന്നത് അതർ സൈഡ് കേൾക്കുക എന്നതൊരു മാധ്യമ മര്യാദ. എന്താണ്, നിങ്ങൾക്കൊരു വാർത്ത കിട്ടി, ആ വാർത്ത തരുന്ന ആളുടെ, പണ്ട് ഞാൻ പറയുന്നത് ആര് പറയുന്നു എന്നുള്ളതിന് വലിയൊരു വില കൊടുത്തിരുന്നു. ഇന്ന് ആര് എന്ത് പറഞ്ഞു അല്ലെ, BJP ആയിക്കോട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആയിട്ട്, അതിന്റെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ BJP വോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഈ പാർട്ടിയോടുള്ള ബന്ധം. അയാളാണ് ഇത് പാർട്ടിയുടെ നയം പറയുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുക. ഇന്ന് അങ്ങനെ എന്തും വാർത്തയാവുന്ന ഒരു കാലഘട്ടത്തില് മാധ്യമങ്ങൾ തന്നെ എന്താ പറയുന്നത് ജഡ്ജുകളാവും. ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഒരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഈഗിൾ ഐ അപ്രോച്ച് എന്ന് നമ്മൾ അതിനെ എപ്പോഴും പറയും. നമ്മൾ ആ സീരീസ് എന്ന് നടക്കുന്നു. അതിന് പലപ്പോഴും പണ്ട് ഞാൻ പറയാം, ഈ നമ്മുടെ പത്രങ്ങളിലായാലും ചാനലിലായാലും 2 സെക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യം എന്താണ് സംഭവിച്ചത്, പിന്നൊരു അനാലിസിസ്. ഇന്ന് അതുകൊണ്ടും ഇന്ന് വാർത്തയില്ല. ഇന്ന് ആ കാണുന്ന ആ സ്പോട്ടിൽ ചെല്ലുന്ന മാധ്യമ പ്രവർത്തകൻ 5-6 മിനിറ്റ് കൊണ്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ആധികാരികത. അവന് വായി തോന്നാൻ വിളിച്ചു പറയും. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ യോഗ്യത എന്താ? ഇന്നും നമുക്കറിയാലോ മാധ്യമപ്രവർത്തകരുടെ യോഗ്യത എന്നുള്ളതുണ്ടോ? സത്യത്തില് എന്താ പറയുന്നത്, ഒരു ഡിഗ്രിയും ജേർണലിസത്തിൽ ഡിപ്ലോമയും ആയാലും എല്ലാം ആയോ? ഒരു മാധ്യമപ്രവർത്തകൻ എത്ര കാലം എടുത്തിട്ടാണ് ഒരു ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് ശരിയാണ്, അതൊന്നും സംഭവിക്കില്ല. പക്ഷെ അവനവൻ ഒരു ചെറിയ ഒരു എന്താ പറയുന്ന അവധാനത എന്ന് പണ്ട് MA ബേബി പറഞ്ഞൊരു വാക്കും വേണ്ടി ഞാൻ പറയാൻ പോകുന്നതിനെ പറ്റി. നമ്മളൊരു സ്പോട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മളെങ്ങനെ വാർത്ത കളക്ട് ചെയ്യുക? ഒരു പത്രക്കാരനാണെങ്കിൽ അവന് ഡെഡ്ലൈന് മുമ്പ് വരെയുള്ള സമയമുണ്ട്. വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റിന് അതില്ല, ശരി. പക്ഷെ ചെന്നിറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എത്രമാത്രം ലിമിറ്റഡ് ആണെന്നും, അല്ലെങ്കിൽ അതേതെങ്കിലും പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ കിട്ടുന്നതാണെന്നെങ്കിലും ചിന്തിക്കാനുള്ള വകതിരിവ് കാണിക്കണ്ടേ? ഇതാ വകതിരിവ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാതി. നിങ്ങൾ പറഞ്ഞോളൂ, എന്തും നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഇപ്പുറത്തും ഉണ്ടാകാം, അവർക്കും പറയാനുണ്ട് എന്ന ഒരു ചിന്തയില്ല. വരുന്നു, വായി തോന്നുന്നത് അപ്പൊ വിളിച്ചു പറയും. കാരണം എല്ലാം ഇന്ന് എന്താ പറയുന്നത്, നിഷ്പക്ഷത എന്നതില്ല എന്നാണ് ആദ്യം പ്രഖ്യാപിക്കുകയാണല്ലോ. എനിക്ക് പക്ഷമുണ്ട്. അവിടെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം സാധ്യമാകുക? നിങ്ങൾ ആദ്യം ഒരു ഇൻസിഡന്റ് നടന്നു, ഇൻസിഡന്റ് ഇതാണ്, ശരി, അതിനിത്ര, ആ ഇൻസിഡന്റിന് ഇന്ന രാഷ്ട്രീയ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം.
അത് പലപ്പോഴും ഞാൻ ഇപ്പോഴും അപൂർവമായെങ്കിലും കാണുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. നിങ്ങളൊരു വാർത്ത കൊടുത്താൽ അതിനൊരു അനാലിസിസ് വരുന്നത്. ആ അനാലിസിസ് വന്നോട്ടെ. അവ ചെയ്യുന്നത് സന്ദീപ് വാജ്പതിയാണ്. ചിലപ്പോൾ സന്ദീപ് വാജ്പതി രാഷ്ട്രീയത്തിൽ കടന്നു വന്നേക്കാം. ആർ അജയഘോഷ് ചെയ്യുന്നു, അല്ലെ കാവാല ശശികുമാർ ചെയ്യുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം ചിലപ്പോൾ പ്രതിഫലിച്ചേക്കാം. കാര്യം അത് മീറ്റ് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇൻഫർമേഷൻസ് വരാം. അത് കേൾക്കുന്നവർക്ക് അപ്പോൾ മനസ്സിലാവും, അയാൾക്ക് ഒരു വിലയിരുത്താനുള്ള അവസരം കിട്ടും. ഇന്നതുണ്ടോ? ഇന്ന് വാർത്ത തന്നെ വളച്ചൊടിച്ചാണ് പറയുന്നത്. അങ്ങനല്ലോ അവിടെ ഇന്നത് സംഭവിച്ചു എന്ന് പറയുന്നില്ലല്ലോ. അഭിപ്രായങ്ങളാണ്. ഫാക്ട്സ് വളരെ കുറവും ഒപ്പീനിയൻ മാത്രം 90% ഒപ്പീനിയനും 10% ഫാക്റ്റുമായി മാറുന്ന ഒരു കാലം. അത് വളരെ സത്യം നമുക്ക് അപകടമാണ്. ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഞാൻ പറയാം 90% ഉത്തരവാദി മാധ്യമങ്ങൾ തന്നെയാണ്. ഒക്കെ എഴുതാനൊന്നും പറ്റില്ല. നമ്മളാണ് ഇതിനെല്ലാം ഇളക്കി വിട്ടത്. ഞങ്ങൾ പലപ്പോഴും പറയും, നമ്മളൊരു സമരം, പാർട്ടികൾക്ക് ഇന്നൊരു സമരം സംഘടിപ്പിക്കണം. എന്താ ആദ്യം വേണ്ടത്? അവിടെ ഒരു അട്രോസിറ്റി ഉണ്ടാക്കണം. ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ മാത്രമേ മാധ്യമങ്ങൾ പരിഗണിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാ? പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാവർക്കും ഒരു ആമ്പിൾ സ്പേസ് കൊടുക്കുക. നിങ്ങൾ BJPയോട് നിങ്ങൾക്ക് പണ്ട് ഒരു മാധ്യമ ചർച്ചയിൽ പറഞ്ഞില്ലേ, BJPക്ക് സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പലത് ഒഴിവാക്കുന്നതെന്ന് പറയുന്ന തരത്തിൽ വരുന്നവരെ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പൊ അതൊരു ഇന്നത്തെ ഇന്ന് ഞാൻ കണ്ടിട്ട് വരാണ്. ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല. മറ്റേ 3 പേര് കൂട്ടിയിരുന്നിട്ട് മീഡിയ വണ്ണല്ല, മറ്റേ വേറൊരു നിഷ്പക്ഷർ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ആൾക്കാർ പറയുകയാണ്, ഇന്നലെ മോദി മറ്റേ കുട്ടി ചിത്രം ഉയർത്തി കാണിച്ച സമയം ഇതേ സംഭവം 3 ആവർത്തിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്താ കുഴപ്പം? ധാരാളം ഉണ്ടാകും. ഇത് 3 സ്ഥലത്ത് നേരത്തെ. അതുകൊണ്ട് ഇത് ഡ്രാമയാണ്. അയാളുടെ അഭിപ്രായമല്ലേ? അതെങ്ങനെയാണ് ചാനലിന്റെ എഡിറ്റോറിയൽ ആവുക? അവരൊക്കെ തീരുമാനിക്കുക. അപ്പൊ എന്നിട്ട് അതിന്റെ മേലെ അഭിപ്രായം പറയുന്നത് പിന്നെ ശുദ്ധ നുണകൾ. എത്രയോ തവണ എന്താണ് പറയുന്നത്, കോട്ടയം റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞ പോലെ പിടിക്കപ്പെട്ടിട്ടില്ലേ എന്തെങ്കിലും ഉളുപ്പ് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്കിപ്പോ കാണുമ്പോൾ സത്യത്തിൽ വിഷമമാണ് ഉണ്ടാവുക എന്ന് മാത്രമേ പറയാൻ. ഏതായാലും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവ് എന്ന നിലയിലും പ്രവർത്തകർ എന്ന നിലയിലും അതിന്റെ നേതൃത്വത്തിലുള്ള ആളെന്ന നിലയിലും BJPയുടെ അജണ്ട വികസന അജണ്ട. ആ വികസന അജണ്ടയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് മാത്രം ഉപയോഗത്തിനല്ലാതെ കേരളത്തിന്റെയും പ്രത്യേകിച്ച് ആലപ്പുഴയുടെയും ഒരു വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ആക്കാൻ വേണ്ടി ഉള്ള ഒരു രചന കൂടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനത്തിലെല്ലാം വിജയം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.